ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജാവൻ്റെ കൺസെപ്റ്റിൽ വരുന്ന എന്താണ് സൂപ്പർ കീവേഡ്. ഓപ്സ കൺസെപ്റ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷന്, ഇങ്ങനത്തെ ഒരുപാട് എൻകാപ്സുലേഷൻ, ഇതൊക്കെ പഠിച്ചു നമ്മൾ. അപ്പോൾ ഇതൊക്കെ അറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതിൻ്റെ പോളിമോർഫിസം അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യുക. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ ഡോക്സ് എന്തുണ്ട് ഇവിടെ നമ്മൾ ഗൂഗിളിൽ ഡോക്യുമെൻറ്റ്സിനകത്തുണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് പുതിയ വീഡിയോസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇതെന്ത് ചെയ്യും, ഈ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെയാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടവർ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ തന്നെ മെമ്പർഷിപ്പിൽ ഇത് ഈ ഒരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്ത് ചെയ്താൽ മതി, അതിൽ റിക്വസ്റ്റ് അയച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതിനകത്ത് വേറെയും കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് കണ്ടോ, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും എന്തുണ്ട്, ഡോക്സ് ഉണ്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെമ്പർഷിപ്പിനകത്ത് കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ കീവേഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ആക്സസ് സ്പെസിഫയേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂപ്പർ കീവേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. The super keyword in Java is a reference variable that is used to refer to the immediate parent class object. അതായത് സിമ്പിളായിട്ട് പറയുന്നത്, സൂപ്പർ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് വേരിയബിൾ ആണ്. ഇപ്പോൾ എന്തുണ്ട്, ഒരു പാരൻറ്റ് ക്ലാസ്സും അതുപോലെ തന്നെ ചൈൽഡ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഈ ചൈൽഡ് ക്ലാസ്സിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, പാരൻറ്റ് ക്ലാസ്സിനകത്തുള്ള എന്തെങ്കിലും നമുക്ക് മെത്തേഡ്സ് അതുപോലെ തന്നെ വേരിയബിൾസ് ഇതിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ കൺസ്ട്രക്ടർ, ഇതൊക്കെ നമ്മൾ താഴെ പഠിക്കും. ഓക്കെ, അതിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് വേരിയബിളിനെയാണ് എന്ത് പറയുന്നത്, സൂപ്പർ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, whenever you create the instance of a subclass, an instance of the parent class is created implicitly which is referred to by a super reference variable. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സബ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ പാരൻറ്റ് ക്ലാസ്. സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യും, പാരൻറ്റ് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, പാരൻറ്റ് ക്ലാസ്. ഓക്കെ, ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ പാരൻറ്റ് ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസും എന്ത് ചെയ്യും, അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ചൈൽഡ്, അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെയും ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിസിറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കോഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ സൂപ്പർ കീവേഡിൻ്റെ. ഓക്കെ, ഇൻ ജാവ സൂപ്പർ കീവേഡ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ പാരൻറ്റ് ക്ലാസ് ഓഫ് എ സബ് ക്ലാസ്. ഹിയർ ആർ സം ഇറ്റ്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് വരുന്നത് എന്താ, സൂപ്പർ ഈസ് യൂസ്ഡ് ടു കോൾ എ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ. സൂപ്പർ കീവേഡ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വെൻ എ സബ് ക്ലാസ് ഈസ് ക്രിയേറ്റഡ് ഇറ്റ്സ് കൺസ്ട്രക്ടർ മസ്റ്റ് കോൾ ദ കൺസ്ട്രക്ടർ ഓഫ് ഇറ്റ്സ് പാരൻറ്റ് ക്ലാസ്. ദിസ് ഈസ് ഡൺ യൂസിങ് ദ സൂപ്പർ കീവേഡ് വിച്ച് കോൾസ് ദ കൺസ്ട്രക്ടർ ഓഫ് ദ പാരൻറ്റ് ക്ലാസ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ, അതായത് ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് കൺസ്ട്രക്ടർ മസ്റ്റ് കോൾ ദ കൺസ്ട്രക്ടർ ഓഫ് ഇറ്റ്സ് പാരൻറ്റ്. അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെയും കൂടി അത് കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെയധികം ഡൗട്ടാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു പോയിൻറ്റ്സ് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സൂപ്പർ ഈസ് യൂസ്ഡ് ടു കോൾ എ സൂപ്പർ ക്ലാസ് മെത്തേഡ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ക്ലാസ്സിൻ്റെ, അതായത് പാരൻറ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തുള്ള താഴെയുള്ള നോട്ട്സ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. എ സബ് ക്ലാസ് ക്യാൻ കോൾ എ മെത്തേഡ് ഡിഫൈൻഡ് in its parent class using the super keyword. This is useful when the subclass want to invoke the parent class's implementation of the method in addition to its own. അതിപ്പോൾ ഈ സബ് ക്ലാസ്സിന് എന്തുണ്ട്, സ്വന്തമായിട്ടൊരു മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാരൻറ്റ് ക്ലാസ്സിന് മെത്തേഡ് ഉണ്ട്. അപ്പോൾ രണ്ടും സെയിം മെത്തേഡാണ്. ഇപ്പോൾ ഇത് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് പോളിമോർഫിസത്തിൻ്റെയും ഇൻഹെറിറ്റൻസും ഒക്കെ കാണണമെന്ന്. അത് പറയാൻ കാരണം ഇതാണ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിലും സെയിം മെത്തേഡ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡിനെ
അതായത് ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് ഒരു മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി ഏതിനായിരിക്കും, അതായത് ചൈൽഡ് ക്ലാസ്സിൻ്റെ മെത്തേഡിൽ എന്താണോ അതായിരിക്കും അവിടെ റൺ ആവുക. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് വേണം, പാരൻറ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെയാണ് ആക്സസ് ചെയ്യേണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിളിക്കുക, ഈ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുക. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, സൂപ്പർ ഈസ് യൂസ്ഡ് ടു ആക്സസ് എ സൂപ്പർ ക്ലാസ് ഫീൽഡ്. ഓക്കെ, സൂപ്പർ ക്ലാസ്സിൻ്റെ ഫീൽഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സെയിം രണ്ടിലും ഒരുപോലത്തെ നെയിമുള്ള, നമ്മൾ മെത്തേഡിൻ്റെ കേസ് പറഞ്ഞ അതുപോലെ തന്നെ എന്തുണ്ട്, രണ്ടിലും സെയിം നെയിമുള്ള ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കാൻ പാരൻറ്റിൻ്റെ ഫീൽഡിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ സബ് ക്ലാസ് ക്യാൻ ആക്സസ് എ ഫീൽഡ് ഡിഫൈൻഡ് ഇൻ ഇറ്റ്സ് പാരൻറ്റ് ക്ലാസ് യൂസിങ് ദ സൂപ്പർ കീവേഡ്. ദിസ് ഈസ് യൂസ്ഫുൾ വെൻ ദ സബ് ക്ലാസ് വാണ്ട് ടു റെഫറൻസ് ദ പാരൻറ്റ് ക്ലാസ് വേർഷൻ ഓഫ് എ ഫീൽഡ്. ഓക്കെ, അത്രയാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത് പറഞ്ഞത് തന്നെയാണത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, സൂപ്പർ മസ്റ്റ് ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ കൺസ്ട്രക്ടർ. ഇപ്പോൾ ഈ സൂപ്പർ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, മസ്റ്റ് ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ കൺസ്ട്രക്ടർ. അതിപ്പോൾ ഒരു പാരൻറ്റ് ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ ചൈൽഡ് ക്ലാസ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പാരൻറ്റ് ക്ലാസ്സിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൺസ്ട്രക്ടറിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കൺസ്ട്രക്ടർ എന്താണെന്നൊക്കെ അറിയാത്തവർ ജസ്റ്റ് ആ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ടർ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഡിഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ ഉണ്ടാവും. അതെങ്ങനെയാണ്, സെയിം, അതായത് ഒരു ക്ലാസ്സിൻ്റെ സെയിം നെയിം ഉള്ളതിനെയാണ് എന്ത് പറയും, നെയിമുള്ള മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, കൺസ്ട്രക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ടർ നമ്മൾ പാരൻറ്റ് ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോഡ് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിൻ്റെയും സെയിം നെയിമുള്ള ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കി. ആ ഒരു കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ എന്തെങ്കിലും കോഡ് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ മുമ്പ്, അതായത് ആ ഒരു കോഡ്, അതിലിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലൈൻ കോഡ് എന്ത് ചെയ്യുക, ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി. പക്ഷേ എങ്കിലും എന്ത് ചെയ്യും, ഇതിന് ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ട്. ആ പാരൻറ്റ് ക്ലാസ്സിലും ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഡിഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ അവിടെ എഴുതിയിട്ടുണ്ട്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അല്ല, നമ്മൾ എന്ത് ചെയ്തു, ഒരു നെയിം കൊടുത്തിട്ട് തന്നെ ആ സെയിം നെയിമിൽ ഒരു കൺസ്ട്രക്ടർ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം റൺ ചെയ്യുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ വഴി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എന്താ, സൂപ്പർ കനോട്ട് ബി യൂസ്ഡ് ഇൻ എ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ്. സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നില്ല. സൂപ്പർ കീവേഡ് കനോട്ട് ബി യൂസ്ഡ് ഇൻ എ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ഇൻ എ സ്റ്റാറ്റിക് മെത്തേഡ് ഓർ എ സ്റ്റാറ്റിക് വേരിയബിൾ ഇനീഷ്യലൈസർ. ഓക്കെ, ഇവിടെ അത് യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താ, സൂപ്പർ ഈസ് നോട്ട് റിക്വയർഡ് ടു കോൾ എ സൂപ്പർ ക്ലാസ് മെത്തേഡ്. അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്യാൻ എന്തില്ല, ഇത് സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യേണ്ട, അതായത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, while it is possible to use the super keyword to call a method in the parent class, it is not required. If a method is not overridden in the subclass, then calling it without the super keyword will invoke the parent class's implementation. അതിപ്പോൾ എന്താ പറയുക, സൂപ്പർ ക്ലാസ്സിൻ്റെ ഒരു മെത്തേഡിനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്തുണ്ട്, രണ്ടിലും സെയിം മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ലോക്കലി ഉള്ള ഇതായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് റിക്വയർ അല്ല എന്ന് പറയുന്നത്. ഓവറാൾ ദ സൂപ്പർ കീവേഡ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ സബ് ക്ലാസിംഗ് ഇൻ ജാവ, അലോയിങ് സബ് ക്ലാസസ് ടു ഇൻഹെറിറ്റ് ആൻഡ് ബിൽഡ് അപ്പോൺ ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദെയർ പാരന്റ് ക്ലാസ്. അപ്പോൾ ഇതൊരു അടിപൊളി എന്താണ്, സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്, അതായത് കീവേഡാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ യൂസേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു റെഫർ ടു ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. അതായത് സൂപ്പർ കീവേഡിന് എന്ത് പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിനെ ഇൻസ്റ്റൻസ് വേരിയബിളായിട്ട്, അതായത് വേരിയബിളിലോട്ട് ഇൻസ്റ്റൻസ് ചെയ്യാൻ പറ്റും. അതിലോട്ട് ഏതാണ് അത്, അതിലോട്ട് റെഫർ ചെയ്യാനായിട്ട് അതിന് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻവോക്ക് ദ ഇമ്മീഡിയറ്റ് പാരൻറ്റ് ക്ലാസ് മെത്തേഡ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഒരു മെത്തേഡിനെ കോൾ ചെയ്യാനായിട്ട്, ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻവോക്ക് ദ ഇമ്മീഡിയറ്റ് പാരൻറ്റ് ക്ലാസ് കൺസ്ട്രക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 3 പോയിന്റ്സ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് സെയിം കാര്യം തന്നെയാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റത്തെ പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വിത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. സൂപ്പർ ഈസ് യൂസ്ഡ് ടു റെഫർ ഇമ്മീഡിയറ്റ് പാരൻറ്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. അതായത് പേരൻറ്റ് ക്ലാസ്സിനകത്തുള്ള ഒരു വേരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ
ആക്സസ് ചെയ്യുന്നത് നോക്കാം. വി ക്യാൻ യൂസ് ദ സൂപ്പർ കീവേഡ് ടു ആക്സസ് ദ ഡാറ്റ മെമ്പർ ഓർ ഫീൽഡ് ഓഫ് ദ പാരൻറ്റ് ക്ലാസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇഫ് പാരൻറ്റ് ക്ലാസ് ആൻഡ് ചൈൽഡ് ക്ലാസ് ഹാവ് ദ സെയിം ഫീൽഡ്. അതായത് പാരൻറ്റ് ക്ലാസ്സിനും ഉണ്ട്, അതുപോലെ തന്നെ ചൈൽഡ് ക്ലാസ്സിനും സെയിം ആയിട്ടുള്ള എന്തുണ്ട്, ഫീൽഡോ അതുപോലെ തന്നെ ഡാറ്റ മെമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അനിമൽ എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നോർമലി നമ്മൾ ഇവിടെ വെച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു പ്രോഗ്രാമൈസറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പൈലറിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഹലോ വേൾഡ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ വെൽക്കം ടു കോഡ് കോഡേഴ്സ് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഞാനിത് ഒഴിവാക്കി റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്ത കോഡ് ഞാനിവിടെ കൊടുത്ത്. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ക്ലാസ് അനിമൽ എന്ന് പറയുന്ന നമുക്കൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് കളർ എന്ന് പറയുന്നൊരു ജസ്റ്റ് ഫീൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അതിനകത്ത് എന്താണ്, ആ ഒരു വേരിയബിൾ വാല്യൂ എന്ന് പറയുന്നത് വൈറ്റ് എന്ന് പറയുന്ന കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് അനിമൽ. അനിമൽ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ നിന്ന് ഡോഗ് എന്ന് പറയുന്ന സബ് ക്ലാസ്, അതായത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഇതിനകത്തും സെയിം കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ് കളർ എന്ന് പറയുന്ന സെയിം ഫീൽഡ് ഇതിനകത്തും ഉണ്ട്. ഇവിടെ എന്താ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് എന്നാണ് കളർ ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്, അതായത് ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് പ്രിന്റ് കളർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് വോയിഡ് ആയിട്ട്. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലിൽ നമ്മൾ കളർ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് കളർ ഓഫ് ഡോഗ് ക്ലാസ്, അതായത് ഡോഗിൻ്റെ ക്ലാസ്സിലുള്ള കളർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ നമ്മൾ ഡയറക്റ്റ് കളറിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇതിനകത്ത് ഏതാണോ ഡോഗിൻ്റെ ക്ലാസ്സിൽ, ആ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള കളറായിരിക്കും പ്രിന്റ് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈനിൽ സൂപ്പർ ഡോട്ട് കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു. സൂപ്പർ ഡോട്ട് കളർ എന്ന് പറയുമ്പോൾ ഇത് റെഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്, അനിമൽ എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്, അനിമൽ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിലോട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിനകത്ത് ടെസ്റ്റ് സൂപ്പർ 1 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ചിലപ്പോൾ മേ ബി എറർ വരും. ഓക്കെ, റൺ ചെയ്ത്. ഓക്കെ, മെയിൻ മെത്തേഡ് നോട്ട് ഫൗണ്ട് ഇൻ എ ക്ലാസ് ആനിമൽ. ഈ ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് മെയിൻ മെത്തേഡിനെ കാണാനില്ല. ഓക്കെ, ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ നോർമലി ഓൺലൈൻ കമ്പൈലറിലൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, കമ്പൈലേഴ്സ് വേറെ എന്ത് ചെയ്യുക, നിങ്ങൾ പാക്കേജസും ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ JDK ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ മെയിൻ ക്ലാസ്സിനെ മെയിൻ എന്ന് പറയുന്ന മെത്തേഡിനെ കാണാനില്ലാത്തതാണ് പ്രശ്നം, നോട്ട് ഫൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതിനകത്തുള്ള ഈ ഒരു പബ്ലിക്കില്ലേ, ഓക്കെ, അതായത് ഈ മെയിൻ മെത്തേഡിനെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്ത് ടെസ്റ്റ് സൂപ്പർ 1 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ അടുത്ത് വേറെ ഒരു ഇതിൽ ഫയലിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ റൺ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് തന്നെ ഞാൻ കൊടുക്കുകയാണ് ഇതിന്. ഇപ്പോൾ അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഇല്ലെന്നല്ലേ പറഞ്ഞു, ഇവിടെ കൊടുത്ത് വേണ്ട മെയിൻ മെത്തേഡ് നോട്ട് ഫൗണ്ട് ഇൻ അനിമൽ ക്ലാസ്, പ്ലീസ് ഡിഫൈൻ ദ മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് പ്രിന്റ് ചെയ്ത് എന്താ, നമ്മളിവിടെ മെയിൻ മെത്തേഡാണ് ആദ്യം എന്ത് ചെയ്യുക, റൺ ചെയ്യുന്ന കാര്യം. ഓക്കെ, അതായത് കോഡ് ഇങ്ങനെ എക്സിക്യൂട്ടായി വരുന്ന ടൈമിൽ ഫസ്റ്റ് ഇവിടെ വർക്കാവുന്ന മെത്തേഡ് ഏതാണ്, മെയിൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ ജാവൻ്റെ ഇതുണ്ടല്ലോ റൺ ടൈം ഇത്, അതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ എന്തായിരിക്കും റൺ ആകുന്നത്, ഈ ഒരു മെത്തേഡായിരിക്കും മെയിൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ അതിനകത്ത് ഡോഗിൻ്റെ നമ്മളിവിടെ എന്ത് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ ഡോഗിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൺസ്ട്രക്ടർ കോൾ ആയിട്ടുണ്ട്. അതുപോലെ d.print കളർ വിളിച്ചപ്പോഴാണ് എന്തായത്. ഓക്കെ, നമുക്ക് നോക്കാം, d.print കളർ വിളിച്ചിട്ടില്ലെങ്കിൽ ഇത് റണ്ണാവില്ല. കാരണം ആ ഒരു മെത്തേഡ് കോളായി കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, അതിനകത്തുള്ളത് പ്രിൻ്റ് ആവുള്ളൂ. ഓക്കെ, ഞാനത് അൺകമൻറ്റ് ചെയ്ത് ഇവിടെ d.print കളർ വിളിച്ചപ്പോൾ എന്താ വന്നത്, ഫസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റ് ലൈനിൽ കളർ പ്രിൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ സൂപ്പർ കളർ നെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത പോയിന്റ് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന രണ്ടാണ് ഔട്ട്പുട്ട്. ഇൻ ദ അബവ് എക്സാമ്പിൾ അനിമൽ ആൻഡ് ഡോഗ് ബോത്ത് ക്ലാസ്സസ് ഹാവ് എ കോമൺ പ്രോപ്പർട്ടി കളർ. ഇഫ് വി പ്രിൻറ്റ് കളർ പ്രോപ്പർട്ടി ഇറ്റ് വിൽ പ്രിൻറ്റ് ദ കളർ ഓഫ് കറൻറ്റ് ക്ലാസ് ബൈ ഡിഫോൾട്ട്. ഓക്കെ, അതുപോലെ തന്നെ ടു ആക്സസ് ദ പാരൻറ്റ് പ്രോപ്പർട്ടി വി നീഡ് ടു യൂസ് സൂപ്പർ കീവേഡ്.
അതായത് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ എന്തായിരിക്കും, അതായിരിക്കും ഇപ്പോൾ സബ് ക്ലാസിൻ്റെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും സെയിം മെത്തേഡ് ഉണ്ടാവും, അതായത് സെയിം ഫീൽഡ് ഉണ്ടാകുന്ന ടൈമിലാട്ടോ ഈ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻവോക്ക് പാരന്റ് ക്ലാസ് മെത്തേഡ്. സൂപ്പർ കീവേഡിന് എന്ത് ചെയ്യാൻ പറ്റും? പാരന്റ് ക്ലാസിൻ്റെ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ദ സൂപ്പർ കീവേഡ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു ഇൻവോക്ക് പാരന്റ് ക്ലാസ് മെത്തേഡ്. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇഫ് സബ് ക്ലാസ് കണ്ടെയ്ൻ ദ സെയിം മെത്തേഡ് ആസ് പാരന്റ് ക്ലാസ്. അതായത് പാരന്റ് ക്ലാസിൻ്റെ അതേ സെയിമിലുള്ള മെത്തേഡ് എന്ത് ചെയ്യുള്ളൂ, സബ് ക്ലാസ്സിലും ഉണ്ട്, ചൈൽഡ് ക്ലാസ്സിലും ഉണ്ട്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇഫ് മെത്തേഡ് ഈസ് ഓവർ റിഡൻ. ഓക്കെ, ഓവർ റൈഡ് ചെയ്ത് കാണുമെന്ന് പറയാം. അതായത് അതിനകത്തുള്ള അതേ മെത്തേഡിനെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഓവർ റൈഡ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഓവർ റിഡൻ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മെത്തേഡ്സും ഈ ഒരു കോഡും അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യുന്നില്ല, മിസ്റ്റേക്ക് വരുത്തുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ് അവിടെ നിന്ന് ഒഴിവാക്കാൻ, ടെസ്റ്റ് 2 ഒഴിവാക്കിയിട്ട് നമുക്കിത് അതിനകത്ത് തന്നെ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടുന്ന് കട്ട് ചെയ്ത് ഈ ഒരു വോയിഡിന് താഴെയായിട്ട് കൊടുക്കാം. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ഇതിനകത്ത് എന്താ പറഞ്ഞത്, ഇവിടെ പറഞ്ഞില്ലേ സൂപ്പർ ക്യാൻ ബി യൂസ് ടു ഇൻവോക്ക് പാരന്റ് ക്ലാസ് മെത്തേഡ്. ഇവിടെ നമ്മൾ പാരന്റ് ക്ലാസിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് കോൾ ആകുന്നതെന്ന് നോക്കാം നമുക്ക്. ഇപ്പം നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഡോഗിന് എന്ത് ചെയ്ത് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡോഗ് അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിന് നമ്മൾ ഇവിടുന്ന് ഒരു ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് വർക്കിംഗ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്, ഈറ്റിങ് അതുപോലെ തന്നെ ബാർക്കിങ്, ഇത് രണ്ടുമാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഇവിടെ കോൾ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ ഡോഗിനെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ d.work എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ d.work ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കൂ. ഇവിടെ വോയിഡ് എന്ന് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത് സൂപ്പർ ഡോട്ട് ഈറ്റ് ആണ്. അതായത് ഈ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സാണ് ഇത് വരുന്നത്, ഈ സെക്കൻഡ് വൺ വരുന്നത്. ഓക്കെ, കറക്റ്റ് പോകുക. ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എന്തുണ്ട്, ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഓൾറെഡി ഉണ്ട്. അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈറ്റിംഗ് ബ്രെഡ് എന്നാണ്. പക്ഷേ നമ്മളിവിടെ ഈറ്റ് എന്ന് വിളിക്കുമ്പോൾ നോർമലി നമ്മൾ ഈറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രിൻ്റ് കിട്ടുക, ഈറ്റിംഗ് ബ്രെഡ് എന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, റൺ ചെയ്ത് ഈറ്റിംഗ് ബ്രെഡ് എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ സൂപ്പർ കീവേഡിൻ്റെ പ്രത്യേകത എന്താ, സൂപ്പർ ഡോട്ട് ഈറ്റ്. ഓക്കെ, പാരന്റ് ക്ലാസ് ഏതാ, അനിമലിൻ്റെ അകത്തും സെയിം മെത്തേഡ് ഉണ്ട്, ഓവർ റിഡൻ ചെയ്ത ആ ഒരു മെത്തേഡ് പാരന്റ് ക്ലാസ്സിലുണ്ട്. ഓക്കെ, ആ ഒരു പാരന്റ് ക്ലാസ്സിൻ്റെ ഈറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ ബാർക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാർക്ക് ഇവിടെ വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമുക്ക് മൂന്നാമത്തെ നോക്കാം. അതിനു മുമ്പ് ഇൻ ദ അബോവ് എക്സാമ്പിൾ അനിമൽ ആൻഡ് ഡോഗ് ബോത്ത് ക്ലാസ്സസ് ഹാവ് ഈറ്റ് മെത്തേഡ്. ഇഫ് വി കോൾ ഈറ്റ് മെത്തേഡ് ഫ്രം ഡോഗ് ക്ലാസ് ഇറ്റ് വിൽ കോൾ ദ ഈറ്റ് മെത്തേഡ് ഓഫ് ഡോഗ് ക്ലാസ് ബൈ ഡിഫോൾട്ട് ബിക്കോസ് പ്രയോറിറ്റി ഈസ് ഗിവൺ ടു ലോക്കൽ. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ടിലും എന്തുണ്ട്, സെയിം മെത്തേഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് അതിൻ്റെ കൂടെ കൂട്ടാതെ വിളിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രയോറിറ്റി കൊടുക്കുക ലോക്കൽ മെത്തേഡ്. അതായത് ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ളത് മെത്തേഡിനായിരിക്കും പ്രയോറിറ്റി കൂടുതലുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, ടു കോൾ ദ പാരന്റ് ക്ലാസ് മെത്തേഡ് വി നീഡ് ടു യൂസ് സൂപ്പർ കീവേഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ, സൂപ്പർ ഈസ് യൂസ്ഡ് ടു ഇൻവോക്ക് പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടർ. ഓക്കെ, സൂപ്പർ കീവേഡ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, പാരന്റ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ദ സൂപ്പർ കീവേഡ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു ഇൻവോക്ക് ദ പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടർ. ലെറ്റ്സ് സീ സിമ്പിൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ, സൂപ്പർ കീവേഡ് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാരന്റ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു മെത്തേഡ് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അനിമൽ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ഓക്കെ, ടെസ്റ്റ് സൂപ്പർ 3 ഒന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഞാനത് ഒഴിവാക്കി. ഓക്കെ, ജസ്റ്റ് കട്ട് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താ അനിമൽ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ അനിമൽ എന്ന് തന്നെ പേരുള്ള മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പേരാണ് എന്ത് പറയുന്നത്, നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സെയിം നെയിം ക്ലാസ് നെയിമിലായിരിക്കും ഉള്ള മെത്തേഡിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ടും സെയിം ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സൂപ്പർ ഈസ് ആഡഡ് ഇൻ ഈച്ച് ക്ലാസ് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ബൈ ദ കമ്പൈലർ ഇഫ് ദർ ഈസ് നോ സൂപ്പർ ഓർ ദിസ്. ഓക്കെ, അപ്പോൾ ദിസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞുതരാം. ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടോ, ക്ലാസ് ബൈക്ക് എന്ന് പറയുന്നൊരു ക്ലാസ് നമ്മളെടുത്തുണ്ടെങ്കിൽ അത് കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ എന്തായിരിക്കും, ബൈക്കിൻ്റെ എന്തായിരിക്കും ഒരു മെത്തേഡ് അവിടെ കോളാകും. അതായത് ഒരു കൺസ്ട്രക്ടറിനെയും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് ജാവൻ്റെ എന്ത് ചെയ്യും, കമ്പൈലർ അവിടെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ ബൈ ഡിഫോൾട്ടായിട്ട് എന്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ടർ കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസ്ട്രക്ടർ വരുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഒരു സബ് ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ പേരൻറ്റ് ക്ലാസ്സിൻ്റെ സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡ് അവിടെ കോൾ ആകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ക്ലാസ് അനിമൽ കൊടുത്തിട്ടുണ്ട്. അനിമൽ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഉണ്ട്. അവിടെ അനിമൽ ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാൻ നമുക്ക് ക്ലിയർ ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ ഡോഗിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ക്ലാസ് ഡോഗ് എക്സ്റ്റെൻഡ് ചെയ്ത് അനിമലിൽ നിന്ന്. ഓക്കെ, ഡോഗിൻ്റെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു. ഓക്കെ, നമ്മൾ കറക്റ്റ് ഇത് തന്നെയല്ലേ കോഡ് കോപ്പി ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇൻവോക്ക് ചെയ്യുക. പാരൻറ്റിനെ കൺസ്ട്രക്ടറിനെയാണ് ഇൻവോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡോഗ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ സൂപ്പർ ഓഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർക്കാവുന്നത് എന്തായിരിക്കും, ഈ അനിമൽ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് എന്താണോ ഉള്ളത് അതായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതോ അതുപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎനിൽ ഡോഗ് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, അതും അതിനകത്ത് എന്ത് ചെയ്യും, പ്രിൻ്റ് ആയിട്ട് വരും. നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഡോഗ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ ഇതിലും ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കൺസ്ട്രക്ടർ, ഇവിടെയുണ്ട്. ഇത് രണ്ടും കൺസ്ട്രക്ടർ ആട്ടോ. ഈ ഒരു അനിമൽ എന്ന് പറയുന്ന മെത്തേഡ് അനിമൽ എന്ന് പറയുന്ന ക്ലാസിൻ്റെ കൺസ്ട്രക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോഗ് എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്, ഈ ഒരു ഡോഗ് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറാണ്. അപ്പോൾ ഈ ഒരു ഡോഗ് നമ്മൾ ഇപ്പോൾ എവിടെയാണ് വർക്കിംഗ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു മെത്തേഡായിരിക്കും. ഓക്കെ, ഈ ഒരു മെയിൻ മെത്തേഡ്. ഈ ഒരു മെയിൻ മെത്തേഡിനകത്ത് ഡോഗ് എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ഈ ഒരു നെയിമിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോറി, ഈ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ക്ലാസ് ആണ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൻ്റെ ഡി എന്ന് പറയുന്ന നമ്മളൊരു നെയിമിൽ കൊടുത്തിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡോഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ടർ കോളായി. ഓക്കെ, സെയിം നെയിമിൽ ഡോഗ് എന്ന് പറയുന്ന മെത്തേഡ് കോളായി. ഇത് കോളാകുന്ന ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിനൊരു വാല്യൂ, ഈ ഒരു ഒബ്ജക്റ്റിന് എത്ര മെമ്മറി സ്പേസും ഇതൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതല്ലേ. ഓക്കെ, അത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു കൺസ്ട്രക്ടർ കൂടി കോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് കൺസ്ട്രക്ടർ കോൾ ആകുകയാണെങ്കിൽ എന്തില്ല, അതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിവിടെ ഓൾറെഡി ഡോഗ് ഡിഫോൾട്ട് അല്ല, നെയിം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ടർ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷനിൽ എന്തുണ്ട്, സൂപ്പർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യം വർക്ക് ചെയ്യും. എന്നിട്ട് ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎനും കൂടി ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇത് രണ്ടും വർക്കാവും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അനിമൽ ഈസ് ക്രിയേറ്റഡ്. കണ്ടോ, ഇപ്പോൾ ഈ സൂപ്പർ ഓഫ് എന്ന് വിളിക്കുന്ന ടൈമിൽ എന്താണ്, അനിമൽ ഈസ് ക്രിയേറ്റഡ്. ശരിക്കും നമ്മൾ ഈ അനിമൽ എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മളിവിടെ കോൾ ചെയ്തിട്ടില്ല. പകരം എന്താണ് നമ്മൾ കോൾ ചെയ്യുന്നത്, ഈ സൂപ്പർ, അതായത് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സൂപ്പർ ഓഫ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ നെക്സ്റ്റ് ലൈന് പിന്നെ ഡോഗ് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന മെത്തേഡ് കൂടി അവിടെ വർക്കായി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം, ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞ അനദർ എക്സാമ്പിൾ ഓഫ് സൂപ്പർ കീവേഡ് വെർ സൂപ്പർ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഡിഫോൾട്ട് ബൈ ദ കമ്പൈലർ ഇംപ്ലിസിറ്റ്ലി. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇംപ്ലിസിറ്റ് ആയിട്ട് എങ്ങനെയാണ് കമ്പൈലർ തന്നെ സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡിനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് കോപ്പി ചെയ്യാം. നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ഇതിനാവശ്യമില്ല, ഇതിനകത്ത് ജസ്റ്റ് ഞാനിത് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാണ്.
ഓക്കെ, ഇവിടെ നമ്മൾ ഓക്കെ സെയിം മെത്തേഡ് തന്നെ ആയിരുന്നു. നമുക്ക് അതിനകത്ത് തന്നെ ചേഞ്ചസ് വരുത്തിയാലും മതി. ഓക്കെ, ആനിമൽ എന്ന് പറയുന്നതിൻ്റെ എന്നിട്ട് കൺസ്ട്രക്ടർ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട് നമുക്ക്. ഇവിടെ നമ്മൾ ഡോഗിൻ്റെ കൺസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്. ഡോഗ് ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഈ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്ത് വിളിക്കുന്നുണ്ട്, സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പർ കീവേഡിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണത്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാനിത് എന്ത് ചെയ്യാണ്, ക്ലിയർ ചെയ്യാണ്. അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം, ഇപ്പോൾ ഈ ഒരു ഡോഗ് ഈസ് ക്രിയേറ്റഡ് എന്ന മെത്തേഡാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. കാരണം നമ്മളിവിടെ സൂപ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് താഴെ എന്ത് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. ഓക്കെ, അത് വിളിക്കാതെ തന്നെ ഞാൻ പറയുന്നു ഈ ആനിമൽ ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന മെത്തേഡ് ഇതെന്ത് ചെയ്യും, system.out.println കൊടുത്തിട്ടുള്ളത് റൺ ആവും. കാരണം എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡിന് കമ്പൈലർ അതിനകത്ത് കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ആനിമൽ ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു. നമ്മളിവിടെ സൂപ്പർ ഓഫ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലുമില്ല. സൂപ്പർ ഓഫ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാലും അതിനകത്ത് എന്ത് വരും. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്ക്. സൂപ്പർ ഓഫ് നമ്മൾ നേരത്തെ നോക്കിയല്ലേ ഇതിനകത്ത്. ഓക്കെ, നമ്മൾ ഇവിടെയാണ് കൊടുത്തത്. ഓക്കെ, ഇവിടെ സൂപ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തായാലും ആനിമൽ ഈസ് ക്രിയേറ്റഡ് അവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്ക് നോക്കാം. ആനിമൽ ഈസ് ക്രിയേറ്റഡ് പ്രിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ അത് കൊടുക്കാതെയും എന്ത് വരുന്നുണ്ട്, കമ്പൈലർ വരുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുക, ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതിനകത്ത്, അതായത് സബ് ക്ലാസിൻ്റെ, അതായത് ചൈൽഡ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്ന ടൈമിൽ പാരൻറ്റ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ കൂടി അവിടെ കോൾ ആകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അനദർ എക്സാമ്പിൾ ഓഫ് സൂപ്പർ കീവേഡ് വേർ സൂപ്പർ ഓഫ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ കമ്പൈലർ ഇംപ്ലിസിറ്റ്ലി. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, ജസ്റ്റ് നോക്കാം. നമ്മൾ ഈ ഒരു ഇതാണ് നമ്മളിപ്പം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് എന്താണ്, അതിനകത്തുള്ള ഫീൽഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, നെക്സ്റ്റ് വരുന്നത് നമ്മൾ പഠിച്ചു അതിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്യുക. അതുമാത്രമല്ല മൂന്നാമത് പഠിച്ചത് എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും, സൂപ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും. അതുമാത്രമല്ല ഇത് ഏറ്റവും നമുക്ക് ചൈൽഡ് ക്ലാസിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ടറിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സൂപ്പർ ഓഫ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈലർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മെമ്പർഷിപ്പിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് അയക്കുക. അതുപോലെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തോ, ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്തോ. ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുത്തോ പോസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോ എന്ത് ചെയ്തിട്ട് മനസ്സിലാവാത്ത ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് കണ്ടാൽ മതി. അത് എന്നിട്ട് മനസ്സിലാവാത്തവർ ജസ്റ്റ് എനിക്ക് പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ച് ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ചോ, അത് ഞാൻ എന്ത് ചെയ്യുക, റിപ്ലൈ ആയിട്ട് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ചാനൽ സബ് ചെയ്യാൻ എന്ത് ചെയ്യുക, മറന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ സെറ്റാക്കി വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.